Hello friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ അധികം ആരും കഴിക്കാൻ സാധ്യതയില്ലാത്ത ഒരു റെസിപ്പിയാണ്. ഇതൊരു ഫ്രൈഡ് മിൽക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു പുഡിംഗ് തന്നെയാണ്. ഈ പുഡിംഗ് നമ്മളൊരു പ്രത്യേക രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വേറൊരു രീതിയിലേക്ക് അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്ററോളം ഉള്ള പാല്, ഞാൻ എടുത്തിരിക്കുന്ന പാല് ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാലിൽ നിന്ന് ഏകദേശം ഒരു 1/4 കപ്പോളം വരുന്ന പാല് ഒന്ന് മാറ്റി ഒഴിക്കാം. കാരണം ഇതിനകത്തോട്ട് നമുക്ക് അല്പം കോൺഫ്ലവർ ഒന്ന് കലക്കി ഒഴിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 1/4 കപ്പ് മാറ്റി വയ്ക്കുന്നത്. പിന്നെ ഈ ഒരു പാലെന്ന് പറയുന്നത് ഞാൻ തിളപ്പിച്ചിട്ടേ ഇല്ല, കാരണം നമ്മൾ ഇനി ഇത് തിളപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തിളപ്പിച്ചതാണെങ്കിലും തിളപ്പിക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താണെങ്കിലും നമ്മളിത് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് തിളപ്പിക്കാൻ ഉള്ളത് കൊണ്ട് അതൊരു പ്രശ്നമല്ല. ഇനി ഇതിനകത്തോട്ട് ഞാൻ 3 ടേബിൾ സ്പൂണോളമുള്ള കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ എന്ന് പറയുന്നത് ചോളത്തിൻ്റെ പൊടിയാണ്. അതിപ്പോൾ മിക്ക സ്ഥലങ്ങളിലും അവൈലബിൾ ആണ്. അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്തിട്ട് ഈ പാലും കോൺഫ്ലവറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നല്ലൊരു മിക്സ് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കും. ഒരു മിനിറ്റോളം സമയം എടുത്തിട്ട് വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. കാരണം നമ്മൾ ഈ ഒരു പൊടി ഇട്ട് കഴിഞ്ഞത് ഇച്ചിരി കട്ടിയായിട്ടിരിക്കും. അപ്പോൾ അത് സമയം എടുത്തിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ മിക്സ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അത് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു 1/2 ലിറ്റർ പാൽ, അതിൽ നിന്ന് 1/4 ലിറ്റർ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള 1/2 ലിറ്റർ പാൽ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. ഇത് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ 3.5 ടേബിൾ സ്പൂണോളുള്ള പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന പഞ്ചസാര കറക്റ്റ് ആയിരുന്നു കേട്ടോ, കൂടുതലോ കുറവൊന്നും ഇല്ലായിരുന്നു. ഇനി നിങ്ങൾക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക, അതനുസരിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് പാലൊക്കെ പിന്നെയും ചെറുതായിട്ടൊക്കെ തിളയ്ക്കാനൊക്കെ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ പാലിൻ്റെ ഒക്കെ ഒരു മിക്സ് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇതിനകത്ത് അരിച്ചിട്ട് ഒഴിക്കാം. പക്ഷെ ഞാൻ അരിക്കുന്നൊന്നുമില്ല, ഞാൻ അങ്ങനെ തന്നെ ഇതൊന്ന് ഒഴിച്ച് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഇത് കോൺഫ്ലവർ ആണ്. ഒരു 2 മിനിറ്റിനകത്ത് കോൺഫ്ലവർ നല്ല തിക്കാവാൻ തുടങ്ങും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് 1/2 ടീസ്പൂണോളമുള്ള വെനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കയാണെന്നുണ്ടെങ്കിലും ഒരു ഏലക്കയുടെ കുരു ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ടയാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞു. പാലൊക്കെ കുറുകി ആ ഒരു ആദ്യത്തെ പാലിൻ്റെ സ്റ്റേറ്റിൽ നിന്നൊക്കെ മാറി ഇച്ചിരി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്നും കൂടി തിക്കാവണം, അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നോക്കിക്കാൻ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒത്തിരി കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട, ഈ ഒരു പരുവം, ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി ഒഴിക്കണം. അപ്പോൾ ഞാനിന്നിവിടെ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് എടുക്കാനുള്ള കാരണം നമുക്കിത് ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടുന്നതാണ് നല്ലത്. കാരണം ഇത് നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രം എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്ത് അല്പം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം ഇതാണ് ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ്, അതും ഇതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം, കാരണം ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിനകത്ത്, നോർമലി നമ്മൾ ഇതുപോലത്തെ പുഡിംഗ് ഒക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ 3 മണിക്കൂറാണ് സെറ്റ് ചെയ്യുക. പക്ഷെ ഞാൻ ഇന്നത് ഫ്രീസറിലാണ് വെക്കാൻ പോകുന്നത്. കാരണം ഇത് നമുക്ക് നല്ലതായിട്ട് ഹാർഡാവണം, എന്നാലാണ് നമുക്ക് ആ ഒരു ഇത് മുറിച്ചെടുക്കാനൊക്കെ ഒരു പരുവം. അപ്പം ഞാനിത് ഫ്രീസറിനകത്ത് ഒരു 20 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നേരം വെക്കാം, പക്ഷേ ഒത്തിരി അങ്ങ് കട്ടായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒന്ന് മറിച്ചിടണം, സാധാരണ പുഡിംഗ് എടുക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഞാനൊന്ന് മറിച്ചിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടിയതും. ഇത് കാരണം ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആ സ്ക്വയർ ഷേപ്പിൽ നീളത്തിൽ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ തന്നെ ഇങ്ങനെ ജെല്ലി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി പുഡിങ്ങായിട്ട് കഴിക്കാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ഒരു റെസിപ്പി മുന്നും ചെയ്തിട്ടുള്ളതാണ്.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്നും നമുക്കൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന് തികച്ചും ഓപ്ഷണലാണ്, ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്ര പഞ്ചസാരയുടെ ആവശ്യമില്ല കേട്ടോ, നമുക്ക് 1 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര മതിയാവും. അതിൻ്റെ കൂടെ ഞാൻ അല്പം പട്ട പൊടിച്ചത് ഒന്നും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതൊന്ന് വെതറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു മിക്സിനകത്ത്. അപ്പോൾ ഇത് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ഞാൻ വീണ്ടും എടുത്ത് പറയാണ്. ഞാനിത് ചെയ്തതിൻ്റെ കാരണം ഞാൻ വേറൊരു റെസിപ്പിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇച്ചിരി ക്വാണ്ടിറ്റി ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടല്ല കേട്ടോ, ഇത് ചേർത്താൽ നല്ലതാണ്. ഇനി അതുപോലെ ഞാൻ വേറൊരു പ്ലേറ്റിൽ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഈ ഒരു പുഡിംഗ് ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു കത്തി എടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒറ്റയടിക്ക് നമുക്കിങ്ങനെ വരച്ച് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ വേറൊരു പ്ലേറ്റിനകത്ത് ഒരു 2-3 ടേബിൾ സ്പൂണോളമുള്ള മൈദപ്പൊടി, നിങ്ങൾക്ക് മൈദപ്പൊടിക്ക് പകരം കോൺഫ്ലവർ ആണെങ്കിലും ചേർക്കാം. നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോകുമ്പോൾ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു മൈദയുടെ പൊടിയും വേണം. അതുപോലെ മുട്ട അടിച്ചതും എടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ഒരു ചെറിയ കഷ്ണം ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം ഇതുപോലെ മൈദപ്പൊടിയിലൊന്ന് മുക്കിയെടുക്കണം, അല്ലെങ്കിൽ ഒരു പുരട്ടി എടുക്കണം. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിലൊന്ന് മുക്കുക, എന്നിട്ട് ഇത് പൊരിച്ചെടുക്കുക. അങ്ങനെയാണ് വറുത്തെടുക്കുക. എണ്ണയിലാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ കയ്യിൽ ഇങ്ങനെ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, കാരണം നമ്മളത് ഫ്രീസറിനകത്ത് വെച്ച് അത്യാവശ്യം ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പൊരിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിനകത്ത് വളരെ കുറച്ച് വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എണ്ണ ഒന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് വെച്ച് ചൂടാക്കുക. അത് ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ ഇതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പം ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് പുരട്ടി മൈദയിലൊന്ന് മുക്കി, അതുപോലെ തന്നെ ഈ ഒരു മുട്ടയിലൊന്ന് മുക്കി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട്, ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഈ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ ഞാൻ ആദ്യത്തെ ഒരു സെറ്റ് മാറ്റിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ തന്നെ ഞാനൊരു കുറച്ച് പഞ്ചസാര പൊടിച്ചതും അതുപോലെ പട്ടയുടെ പൊടിച്ചതും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പൊടി ഇതിൻ്റെ മേലെ നിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിക്കണമെന്നൊരു നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. പഞ്ചസാര നമുക്ക് അല്ലാതെ തന്നെ ഒരു 1/2 ടീസ്പൂൺ തരിതരികളോട് കൂടിയുള്ള പഞ്ചസാരയിൽ പട്ട പൊടിച്ചത് ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാൻ വേറൊരു റെസിപ്പി ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് മിൽക്ക് ഫ്രൈ അല്ലെങ്കിൽ ഫ്രൈഡ് മിൽക്ക് എന്നൊക്കെ പറയുന്ന ഈ ഒരു റെസിപ്പി. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം എങ്ങനെ ഇതിൻ്റെ അകം ഇരിക്കണേന്നുള്ളത്. ഇതിൻ്റെ പുറമെയൊക്കെ നല്ല ക്രിസ്പിയാണ്. അത് നമ്മൾ മൈദപ്പൊടിയും മുട്ടയൊക്കെ ചേർത്തത് കൊണ്ടൊക്കെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അകം എന്ന് പറയുന്നത് നമ്മുടെ പുഡിങ്ങിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുക, നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ, അതേപോലെ തന്നെയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയും അതിലേറെ സ്വാദമൊക്കെ ഉള്ള ഒരു റെസിപ്പിയാണ്. വലിയവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വേണ്ടുന്നത് ഒരു 3-4 ചേരുവകൾ മാത്രം മതി. അത് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.